എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഒന്ന് പറഞ്ഞേക്കാന്നുള്ള ഒരു തിരക്കുണ്ടെങ്കിൽ പോലും നന്നായി സംസാരിച്ചു. പറയാനുള്ള കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ പറഞ്ഞു. പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള വീട്ടില് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ആദ്യം വെള്ളം കൊടുക്കാനോ ചായ വേണോ എന്ന് ചോദിക്കാനോ പെൺകുട്ടികളായിരിക്കും ആദ്യം പോകുന്നത്. അത് അമ്മ അച്ഛൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. ഇതിലൊരു ചെറിയ മാറ്റം വേണം. എന്നാലേ ഞാൻ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം, പണിയെടുക്കണം, എടുപ്പിക്കണം, ഇതല്ല കാര്യം. എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന ആണായിരിക്കണം. ഇതാണ് പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ ഈക്വാലിറ്റിയെ നേരത്തെ ഞങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്തായാലും നന്നായിരുന്നു നിസ. നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി എത്ര പറഞ്ഞാലും ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഇപ്പോഴും. ഉദാഹരണം പറഞ്ഞാൽ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം. ഒരു പെൺകുട്ടിനോട് ഇപ്പോൾ നമ്മുടെ മക്കളായാലും ഒരു 9 മണി 10 മണിക്ക് ശേഷം കണ്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തുടങ്ങും. ഒരു ആൺകുട്ടിക്ക് ഒരു 11 മണിക്ക് വേണേൽ അവന് സെക്കൻഡ് ഷോന് പോകാൻ 12 മണി കഴിഞ്ഞാലും വന്നാലും വലിയ വിഷയം വീടുകളിൽ ഉണ്ടാകാറില്ല. ആ സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന് കുറേയൊക്കെ നമ്മൾ പറയുമെങ്കിലും ആൺകുട്ടികൾക്ക് ഇത്തിരി ഫ്രീഡം കൂടുതൽ മാതാപിതാക്കന്മാർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്ന പോയിന്റ് അവിടെയാണ് വരുന്നത്. ഈ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം, അവരെവിടെ പോകുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ എന്താണ്, അവർ ലഹരിക്കടിമയാകുന്നുണ്ടോ, എൻ്റെ ആൺകുട്ടിയുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ആരാണെന്ന് ഏതമ്മയെ അറിഞ്ഞിരിക്കണം. ഈ കൂട്ടുകാരിൽ നിന്നാണ് നല്ല ഗുണവും ചീത്ത ഗുണവും കിട്ടുന്നത്. അപ്പോൾ ആ രാത്രികാലങ്ങളിലുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുന്ന പോലെ ആൺകുട്ടികളെ നിയന്ത്രിച്ച് അവരത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മുടെ സാന്നിധ്യത്തിലാകാം, അല്ലാതെയും നമ്മുടെ മേൽനോട്ടത്തിലാകാം, അത് കൂടുതൽ അനുവദിക്കാതെ നമ്മുടെ ഒരു ശ്രദ്ധ അതിൻ്റെ അകത്ത് വരണം. ആ ഒരു പോയിന്റും കൂടി പറയണമായിരുന്നു എനിക്ക് തോന്നി. ബാക്കി ഓവറോൾ എല്ലാം നന്നായിരുന്നു. കൺഗ്രാജുലേഷൻ. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിസയ്ക്ക് ഇന്ന് സംസാരിക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് അറിയാനുള്ള സമയമാണ്. കണ്ടസ്റ്റൻസ് പാനൽ രഹന 23.5. 23.5. ചഞ്ജുഷ 24. പ്രീന It was a give and take policy. So 24. 24. നികിന 24. നിസയ്ക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 95.5 ഔട്ട് ഓഫ് 100. ഓക്കെ നിസ, താങ്ക് യു.